ജ്യോതിഷത്തിലെ കർത്തരി യോഗങ്ങൾ എന്നും പറഞ്ഞ് യോഗങ്ങളുണ്ട്. അതിൽ ശുഭകർത്തരി യോഗമുണ്ട്, പാപകർത്തരി യോഗമുണ്ട്, മിശ്രകർത്തരി യോഗമുണ്ട്. പലരും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് വളരെ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് പലതിലും നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ പേര് വെച്ച് തന്നെ മനസ്സിലാകുമല്ലോ, ഈ കർത്തരി എന്ന് പറയുമ്പോൾ കത്രിക, കണ്ടിക്കുന്ന അങ്ങനെയുള്ളൊരു എഫക്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ ശുഭമാണെങ്കിൽ നല്ലതാണ്, പാപമാണെങ്കിൽ പനലാണ്. ഇത്രയും നമുക്ക് ഈ പേര് കൊണ്ട് മനസ്സിലാകും. നേരത്തെ കേമദ്രുമ യോഗത്തെക്കുറിച്ച് വീഡിയോ 2 ഇട്ടിരുന്നല്ലോ. അതിനകത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ അപ്പുറവും ഇപ്പുറവും ഗ്രഹങ്ങളില്ലെങ്കിൽ അതിനെയാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. ഇവിടെ പാപകർത്തരി യോഗത്തിൽ ഒരു ഭാവം, ആ ഭാവത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും, അതായത് 2ലും 12ലും പാപന്മാരാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാപകർത്തരി യോഗമെന്ന്. ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും പാപന്മാർ നിന്നാലും അതിനെയും നമ്മൾ പാപകർത്തരി യോഗം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ഗ്രഹത്തിൻ്റെ 2ലും 12ലും അല്ലെങ്കിൽ ഒരു ഭാവത്തിൻ്റെ 2ലും 12ലും കുജനെ, രവിയെ, ശനി, രാഹു, കേതു ഇതിലേതെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാപകർത്തരി യോഗമെന്ന്. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ജാതകത്തിൽ 2, അതായത് ലഗ്നത്തിനും ബുധനും പാപകർത്തരി യോഗം വന്നിട്ടുണ്ട്. ബുധന് അപ്പുറവും ഇപ്പുറവും രവിയും ശിഖിയുമാണ് നിൽക്കുന്നത്. ലഗ്നത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും രാഹുവും ശനിയുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ 2നും പാപകർത്തരി യോഗം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ, അതായത് ഇവിടെ ലഗ്നത്തിനും പിന്നെ 7ാം ഭാവത്തിനുമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം, ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ, അത് നമ്മളെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ 7ാം ഭാവം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ്, മാരേജ് അതിൻ്റെയൊക്കെ അല്ലേ, അതിനെയും അഫക്റ്റ് ചെയ്യും. ഇനി മറ്റൊരു ഗ്രഹം പാപകർത്തരി യോഗത്തിലുള്ളത് ഗുരുവാണ്. ഗുരുവിൻ്റെ 12ൽ രാഹുവും 2ൽ കുജനുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുരുവും പാപകർത്തരി യോഗത്തിലാണ്. ഈ ഗ്രഹനിലയിലാണെങ്കിൽ ശുഭകർത്തരി യോഗത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് രവിയാണ്. രവിയുടെ 2ലും 12ലും ശുഭന്മാരാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ തീവ്രത നമ്മൾ നോക്കുന്നത് പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിന് പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ടെൻഡൻസീസ് ആണ്. അപ്പോൾ ഇവർക്ക് ഈ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള, അതായത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുക, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെ ഇല്ലേ. പിന്നെ മദ്യപാനം, അങ്ങനെയുള്ള ദുശീലങ്ങളിലൊക്കെ ചെന്ന് ചാടുക, അങ്ങനെയുണ്ട്. പിന്നെ ഇവിടെ അവർക്ക് ഒരിക്കലും നല്ല ആരോഗ്യം കാണത്തില്ല. നല്ല ആഹാരം ലഭിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. എത്ര നല്ല സാഹചര്യങ്ങൾ വന്നാലും ചിലപ്പോൾ ഇവർക്ക് നല്ല ആഹാരത്തിനോട് അതൃപ്തിയായിരിക്കും, അല്ലെങ്കിൽ നല്ല ആഹാരം കിട്ടുകയില്ല. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ അവിഹത്തിലൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. എപ്പോഴും മറ്റുള്ളവരുടെ ആ ധനം ഇങ്ങനെ മോഹിച്ചുകൊണ്ടിരിക്കും. അല്ല, ഏത് വഴിക്ക് അവരുടെ ആ ധനമല്ല നമുക്ക് സ്വായത്തമാക്കാം, അവരുടെ സാധനങ്ങൾ നമുക്ക് സ്വായത്തമാക്കാം, അങ്ങനെ ഒരു ചിന്താഗതി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ എത്ര വലിയ രാജയോഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അനുഭവിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് കാണുകയില്ല. അതായത് പലരും പറയും എൻ്റെ ജാതകത്തിൽ ഇങ്ങനെ യോഗമുണ്ട്. അപ്പോൾ ഈ പാപകർത്തരി യോഗമുണ്ടെങ്കിൽ ആ യോഗം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. എപ്പോഴും ക്രൂരമായ ചിന്താഗതികൾ, ക്രൂര പ്രവൃത്തികൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആണ്. വീട്ടിലൊരു ജന്തുക്കളെ വളർത്തുകയാണെങ്കിൽ അവയെ ഒന്ന് ദ്രോഹിക്കാനുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് അടിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി, മറ്റുള്ളവരോട് ക്രൂര വാക്കുകൾ പറഞ്ഞ് അവർ വിഷമിക്കുന്ന കാണുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു സാഡിസം പോലെയൊക്കെയുള്ള ഒരു കുഴപ്പങ്ങൾ. ഈ ജാതകത്തിലെ പോലെ ഗുരു പാപകർത്തരി യോഗത്തിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കടങ്ങൾ, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള പ്രോബ്ലങ്ങൾ, പിന്നെ കരൾ രോഗങ്ങൾ, പിന്നെ മറ്റ് പൂജ ചെയ്യുന്ന ആൾക്കാർ, പൂജാരിമാരെ, ഗുരുക്കന്മാരെ, ഇവരോടൊക്കെ ഒരു അവജ്ഞ, അവരെ എപ്പോഴും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ടെൻഡൻസികൾ കാണും. ഈ യോഗം വളരെ അപൂർവമായിട്ടാണ് ലോകത്തിൽ ഉണ്ടാകുക. അത് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ അത് അപ്പോൾ ജനിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ ലഗ്നം, ഇതൊരു ഉദാഹരണമായിട്ടൊരു ചാർട്ട് ഉണ്ടാക്കിയതാണ്. ആ ലഗ്നം പാപകർത്തരി യോഗത്തിലാകുമ്പോൾ ആ ലഗ്നത്തിന്, അതായത് നമുക്ക് എപ്പോഴും അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒന്നിലും വിജയം ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇവിടെ 7ാം ഭാവം പാപകർത്തരി യോഗത്തിലാകുമ്പോൾ
ഒരിക്കലും കല്യാണം അല്ലെങ്കിൽ ആ വിവാഹ ജീവിതം കൊണ്ട് ഒരു സംതൃപ്തി ഉണ്ടാകാതിരിക്കുക, എപ്പോഴും വഴക്കും ബഹളങ്ങളും, ഒരിക്കലും രമ്യതയിൽ പോകാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ 3 ഗ്രഹങ്ങളൊക്കെ പാപകർത്തരി യോഗത്തിൽ വരുന്ന ജാതകങ്ങൾ വളരെ കുറവായിരിക്കും. അത് ഈ പാപകർത്തരി യോഗത്തിൻ്റെ സമയമൊക്കെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതുപോലെ ഇതിനെ തീവ്രത കൂട്ടുന്ന ചില യോഗങ്ങളുമുണ്ട്, അത് തീവ്രത കുറയ്ക്കുന്നതുമുണ്ട്, അതും അടുത്തതിനകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കുഴപ്പങ്ങൾ വരിക. ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ 2-ാം ഭാവത്തിലാണെങ്കിൽ കുടുംബവുമായിട്ട് യാതൊരു വിധത്തിലും യോജിച്ചു പോകാതിരിക്കുക, കുടുംബത്തിൽ നിന്ന് എപ്പോഴും ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ പലതരം ആ 2-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ ഒരിക്കലും ധനം ഉണ്ടാകാതിരിക്കുക, ധനം വിനിയോഗിക്കാനുള്ള ഒരു എത്ര കയ്യിലുണ്ടെങ്കിലും അങ്ങ് നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ. 3-ാമത്തേതിലാണെങ്കിൽ സഹോദരങ്ങൾക്ക് പ്രശ്നം, അയൽക്കാരിൽ നിന്നും പ്രശ്നം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ആ ഭാവം, നേരത്തെ ഭാവത്തിൻ്റെ കാരകത്വങ്ങളും ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബുധൻ പാപകർത്തരി യോഗത്തിലാകുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുക, ചിലപ്പോൾ വിക്കുണ്ടാകുക, പിന്നെ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രോബ്ലംസ് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏത് ഗ്രഹമാണോ അതുമായിട്ട് ബന്ധപ്പെട്ടതും ഏത് ഭാവമാണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ കുഴപ്പങ്ങളോ വരാം. ഓം നമഃ ശിവായ.